ഹായ് ഗൈസ്, ഞങ്ങളിപ്പം ആയുർവേദ ഹോസ്പിറ്റലിലാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ പേര് SHലാണ് മണിമൂലി ഉള്ളത്. അപ്പം ഇവിടെ എനിക്ക് മൈഗ്രെയിനൊരു ധാരയുണ്ട് ചെയ്യാൻ. ഇവിടെ വെറുതെ വന്നാണ് ഞങ്ങൾക്ക് കൂട്ടിയെന്നാണ്. ആക്ച്വലി അമ്മയ്ക്ക് കിഴിയുണ്ട് ചെയ്യാൻ. അപ്പം ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങളിപ്പോൾ 7 ദിവസത്തെ ഇതാണ്. അല്ല, ഇന്ന് ആദ്യമായിട്ടല്ലേ ഞങ്ങളിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പോയാൽ ചെടിയായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് ചെടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ളൊരു ഗവേഷണത്തിലാണ് കുറച്ച് ചെടിയാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഈ ചെടി ഞങ്ങൾക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. എവിടെ ചെടി കണ്ടാലും ഞങ്ങൾ പോയി പറക്കി കിട്ടും. അതിൻ്റെ ഒരു തൈ കിട്ടിയാൽ കൊള്ളാലോ എന്ന് തോന്നും. പക്ഷേ ഇവിടെ ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ അധികം മെനക്കെടാൻ നിന്നില്ല. കാരണം നാടൻ കിടന്ന് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ 10 മണിക്ക് തന്നെ അപ്പോയിൻമെൻറ്റ്, പക്ഷേ വരാൻ കുറച്ച് ലേറ്റ് ആയപ്പം കുറച്ച് ഡിലേ ആയി ഞങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ക്യാമറയിൽ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ വിജനമായ രീതിയിൽ അങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്മ തൊട്ടപ്പുറത്ത് നിന്ന് എന്തോ ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് അമ്മേൻ്റെ ക്ലാസ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ആക്റ്റീവ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ അന്നം വിട്ട പെഴിശാനീനെ വലുതായി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അന്യനെ പോയി കുറേ സോയാക്കുന്നു. അന്യനും ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ പിന്നെ ദിവസം ചെയ്യുന്ന പരിപാടിയാണ്, പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ആക്ച്വലി മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ആയുർവേദ ടിപ്സൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനും മുന്നും അടുത്ത് ഞങ്ങൾക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പഠിച്ച സ്കൂളാണ് +1 +2. പക്ഷേ ആ പരിസരത്തോട്ട് ഞാൻ പോകത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ. അപ്പോൾ അതൊക്കെ കാണിച്ച് അല്ലുവിനെ കൊണ്ട് നടന്നെങ്കിലായിരുന്നു കേട്ടോ. ആക്ച്വലി അവിടെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതാണ്, പക്ഷേ ഡാൻസ് ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് ഞങ്ങൾ പൊക്കിയിട്ട് എന്ത് ചെയ്തു, ഞങ്ങളുടെ കാറ് കയറ്റി. 12 മണി വരെ സംഭവം ഞങ്ങളോട് നിൽക്കേണ്ടി വന്നു. ഇതാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്ന റൂമിലോട്ട് പോകുന്നത്. ആദ്യം ഭയങ്കര മിക്സ്റ്റീരിയസ് ആയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ സംഭവം എനിക്ക് തോന്നിയത്. പക്ഷെ ഈ തലയിലത് ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഉണർവുണ്ടാവും. ഈ മൈഗ്രെയിൻ കാണാൻ എനിക്ക് ദിവസം മുഴുവൻ ഇരിക്കാനേ പറ്റില്ല. ഇതാട്ടോ ടേബിള് കിടക്കുന്ന ഇതിലാട്ടോ ഒരു തൈലുണ്ട്. ആ തൈലം ഇങ്ങനെ തലയിൽ ഇങ്ങനെ എണ്ണയായിട്ട് വരുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് എനിക്കറിയുന്ന ഐഡിയയിൽ പറഞ്ഞത്. ഇത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നൊരു കോലാട്ടോ. 10 വയസ്സിക്കുള്ളിൽ നിന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ഇരിക്കട്ടെ. ഇവിടെ എങ്ങനെയുണ്ട്?